അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമസ്തയുടെ 100-ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് സമസ്തയുടെ കഴിഞ്ഞ കാലത്തെ 100 വർഷത്തെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സമസ്തയുടെ ചരിത്രത്തിൻ്റെ 3-ാം ഭാഗമാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതിനു മുമ്പുള്ള 2 വീഡിയോ കൂടെ കണ്ടതിന് ശേഷം ഇത് കാണുന്നതായിരിക്കും നല്ലത്. സമസ്തയുടെ പ്രാധാന്യവും മഹത്വവുമൊക്കെ കഴിഞ്ഞ വീഡിയോകളിലൂടെ നമ്മൾ പറഞ്ഞു. മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലേക്ക് സഹാബാക്കൾ കടന്നു വന്നതും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 10 പള്ളികൾ നിർമ്മിച്ചതും ആ 10 പള്ളികളിൽ നിശ്ചയിച്ച ഖാദിമാരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ചതുമൊക്കെ കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കി ചരിത്രത്തിലേക്ക് നമുക്ക് കടക്കാം. ആദ്യകാലത്ത് ഇസ്ലാമിക പ്രബോധനത്തിന് ഒരു സംഘടനയുടെയോ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ. മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ നിശ്ചയിച്ച ഖാദിമാരും അവരുടെ പരമ്പരയിലെ പിൻഗാമികളും അതിനുശേഷം മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന നിരവധി പണ്ഡിതന്മാരും തങ്ങന്മാരുമൊക്കെ ഈ കേരളത്തിലെ ദീനീ പ്രബോധനത്തിന് നേതൃത്വം കൊടുക്കുകയും ഇവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾ അവർക്ക് പിന്നിൽ അണിനിരക്കുകയും ആ തങ്ങന്മാരുടെയോ പണ്ഡിതന്മാരുടെയോ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇവിടുത്തെ ജനങ്ങൾ ജീവിക്കുകയും ചെയ്തു. ഓരോ പ്രദേശത്തുള്ള പണ്ഡിതന്മാരും എന്താണോ പറയുന്നത് അത് തന്നെയാണ് അവിടുത്തെ സാധാരണക്കാർക്ക് പരിശുദ്ധ ദീൻ എന്ന് പറയുന്നത്. ആ പണ്ഡിതന്മാർക്ക് പിന്നിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ലാതെ, ഒരു ആശങ്കയോ ഒരു ചോദ്യം ചെയ്യലോ ഒന്നുമില്ലാതെ അവിടുത്തെ സാധാരണക്കാർ അണിനിരന്നു. ആ സാധാരണക്കാരുടെ ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളിലും ഇതേ പണ്ഡിതന്മാരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തന്നെയായിരുന്നു അവർ ജീവിച്ചിരുന്നത്. മറ്റു മതസ്ഥരോടും ഒരു വെറുപ്പും വിദ്വേഷവുമില്ലാതെ വളരെ സൗഹാർദ്ദമായിട്ട് തന്നെയായിരുന്നു ഈ പണ്ഡിതന്മാർക്ക് വിധേയപ്പെട്ട് മുസ്ലിങ്ങൾ ജീവിച്ചു പോന്നത്. അന്ന് മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച 10 പള്ളികളിൽ എന്തൊക്കെ ആചാരങ്ങളുണ്ടായിരുന്നോ ആ ആചാരങ്ങൾ മുഴുവൻ അന്നത്തെ മുസ്ലിങ്ങൾ ഏറ്റെടുത്ത് പിന്നീട് നിർമ്മിക്കപ്പെട്ട പള്ളികളിലൊക്കെ ആ ആചാരങ്ങൾ മുസ്ലിങ്ങൾ കൊണ്ടുവന്നു. അത് കൃത്യമായിട്ട് ആചരിച്ച് അനുഷ്ഠിച്ചു പോന്നു. ഏകദേശം 1921 വരെയുള്ള 1300 വർഷക്കാലം അന്ന് കാണിച്ച അതേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുഷ്ഠിച്ച് പോന്ന് തന്നെയായിരുന്നു ഇവിടുത്തെ മുസ്ലിങ്ങൾ ജീവിച്ചത്. അതേ ആചാരങ്ങൾ 1300 വർഷങ്ങൾക്ക് ശേഷമുള്ള പള്ളിയിലും അവർ ആചരിച്ചിരുന്നു, അനുഷ്ഠിച്ചിരുന്നു. ഈ 1921 വരെ കേരളത്തിലെ എല്ലാ പള്ളികളിലും ഖുതുബ അറബിയിൽ തന്നെ ആയിരുന്നു. തറാവീഹ് നിസ്കാരം 20 റക്അത്ത് തന്നെ ഉണ്ടായിരുന്നു. സ്ത്രീകളാരും ജുമാ ജമാഅത്തിന് വേണ്ടി പള്ളിയിൽ പോകാറില്ലായിരുന്നു. നിസ്കാരത്തിന് ശേഷമുള്ള കൂട്ടു പ്രാർത്ഥന ഉണ്ടായിരുന്നു. സുബഹി നിസ്കാരത്തിലുള്ള ഖുനൂത്ത് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ജുമാക്ക് 2 ബാങ്ക് ഉണ്ടായിരുന്നു. മൗലിദുകളും ദിക്ർ സ്വലാത്ത് മജ്ലിസുകളുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് സുന്നികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും 1921 മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അത് ഇടയ്ക്കുള്ള ഏതെങ്കിലും കാലത്ത് എവിടെയെങ്കിലും ആരെങ്കിലും പുതിയതായി ആരംഭിച്ചതൊന്നുമല്ല. അത് അന്ന് സഹാബാക്കൾ കാണിച്ചു തന്ന അതേ മാതൃകയായിരുന്നു ഇവിടെ കേരളത്തിലെ മുസ്ലിങ്ങൾ പുലർത്തി പോന്നിരുന്നത്. കാലോചിതമായിട്ടുള്ള ചില മാറ്റങ്ങൾ സംഭവിച്ചിരിക്കാം. അത് ഏത് കാര്യത്തിനാണെങ്കിലും എവിടെയാണെങ്കിലും കാലഘട്ടം മാറുന്നതിനനുസരിച്ച് അവർ നടത്തുന്ന ആചാരങ്ങളിലും ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടാവും. അടിസ്ഥാനത്തിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. അല്ലാതെ ഇന്നത്തെ മുജാഹിദ് ജമാഅത്ത് പറയുന്നത് പോലെ അതൊക്കെ സമസ്തക്കാരുണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ അതിനൊക്കെ തെളിവ് കൊണ്ടുവരേണ്ടത് അവരുടെ ബാധ്യതയാണ്. അങ്ങനെ സുന്നികൾ ആചരിച്ചു പോന്നിരുന്ന ഏതെങ്കിലും ഒരു കാര്യം സമസ്തക്കാരുണ്ടാക്കിയതാണെങ്കിൽ അത് ആരുണ്ടാക്കി, എവിടെ, എന്നുള്ളതിന് കൃത്യമായിട്ട് തെളിവ് അവർ കൊണ്ടുവരട്ടെ. അങ്ങനെ ഒരു രേഖ കൊണ്ടുവരുമ്പോഴല്ലേ നമുക്ക് അത് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഇതുവരെ ആയിട്ട് ഒരു രേഖയും കാണിക്കാത്തത് കൊണ്ട് അത് ഇവരുടെ വിടുവായുത്തമായിട്ട് എല്ലാവരും കാണും. വഹാബികൾ പുതിയതായി തുടങ്ങിയ തറാവീഹ് 8 റക്അത്ത്, മലയാളത്തിലുള്ള ഖുതുബ, അതേപോലെ തന്നെ സ്ത്രീ പള്ളി പ്രവേശനം, അതൊക്കെ ആര്, എവിടെ, എന്ന് തുടങ്ങിയെന്ന് കൃത്യമായ രേഖകളുണ്ടല്ലോ. പുതിയ ഒരു കാര്യം തുടങ്ങുമ്പോൾ എന്തായാലും അതിന് കൃത്യമായ രേഖകളുണ്ടാവും. അപ്പോൾ ഇവർ പറയുന്നത് പോലെ സുന്നികൾ ചെയ്യുന്ന കാര്യങ്ങൾ പഴയ കാലത്തില്ലായിരുന്നു, പുതിയതാണെന്ന് പറയുമ്പോൾ അതിനൊരു കൃത്യമായ രേഖയുണ്ടാവും. ആരെങ്കിലും ഒരാൾ അത് എഴുതി വെക്കാതിരിക്കില്ല. ഇവർ കൊണ്ടുവന്ന കാര്യങ്ങൾക്ക് രേഖ ഉള്ളതുപോലെ അതൊക്കെ അനിസ്ലാമികമാണ്, ശിർക്കാണ്, ബിദ്അത്താണ് എന്നാണല്ലോ ഇവർ പറയുന്നത്. അത് അനിസ്ലാമികമാണെങ്കിൽ അത് ആരംഭിച്ച കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു പണ്ഡിതനെങ്കിലും അതിനെതിരെ ശബ്ദിക്കാതിരിക്കോ, അതിനെതിരെ എഴുതാതിരിക്കോ, ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകാതിരിക്കോ? അങ്ങനെ ഈ 1300 വർഷത്തിനിടയ്ക്ക്
സുന്നികൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആചാരത്തിനെതിരെ ഏതെങ്കിലും പണ്ഡിതന്മാർ ശബ്ദിച്ചതോ എഴുതിയതോ ആയ എന്തെങ്കിലും രേഖകളെങ്കിലും ഇവർക്ക് കാണിക്കാൻ കഴിയുമോ? ഈ സുന്നികൾ ചെയ്യുന്ന ആചാരങ്ങൾ അനിസ്ലാമികമായിട്ട് പോലും ശിർക്കായിട്ട് പോലും ബിദ്അത്തായിട്ട് പോലും ആരും അതിനെക്കുറിച്ചൊരു അക്ഷരം വിട്ടിട്ടില്ല, അതുകൊണ്ടാണ് രേഖകൾ കാണാത്തത് എന്നുള്ള വാദമൊന്നും ഇവിടെ പറയാൻ പറ്റില്ല. കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. അതാണ് സുന്നി പണ്ഡിതന്മാർ എപ്പോഴും പറയുന്നത്, അത്യാവശ്യം ബുദ്ധിയുള്ള ഒരാൾക്കും മുജാഹിദ് ജമാഅത്ത് വിഭാഗത്തിൽ ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളത്. അതോ അന്നത്തെ പണ്ഡിതന്മാർക്കൊന്നും ഒരു വിവരവുമില്ല, ഒരു സൂക്ഷ്മതയില്ല, ഷിർക്ക് ഏതാണ് ബിദ്അത്ത് ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിവില്ല എന്നാണോ ഇവരുടെ വാദം? അതോ അവരൊക്കെ ഷിർക്ക് ചെയ്യുന്നവരാണെന്നും ഷിർക്ക് പ്രോത്സാഹിപ്പിക്കുന്നവരാണെന്നും ആണോ ഇവരുടെ വാദം? മൗലിദ് കിതാബ് എഴുതിയത് 500 വർഷം മുമ്പ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളല്ലേ? അദ്ദേഹം അത് എഴുതിയ കാലത്ത് എത്ര പണ്ഡിതന്മാരുണ്ടായിരുന്നു? അവർക്ക് ആർക്കും തോന്നിയില്ലേ ഇത് ബിദ്അത്താണ്, ഇത് ഷിർക്കാണ് എന്നുള്ളത്? അതല്ലെങ്കിൽ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ എത്ര വലിയ പണ്ഡിതനാണ്? ഇബ്നു ഹജർ ഹൈതമി തങ്ങളെ അടുത്ത് പോയി ദീൻ പഠിച്ച ആളല്ലേ? ആ പണ്ഡിതൻ അറിയില്ലേ ഇത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത്? ഇവർക്ക് മാത്രമാണ് ഇതൊക്കെ തെറ്റാണെന്നും ശരിയാണെന്നും മനസ്സിലാവുക. മുൻകാല പണ്ഡിതന്മാർക്കൊന്നും അറിയില്ല. വിദേശത്ത് നിന്ന് പോലും എത്ര ആളുകൾ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ അടുത്തേക്ക് ദീൻ പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. എത്ര വലിയ മഹാനാണ്! ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ പ്രശസ്തി എത്തിയിട്ടുണ്ട്. എന്നിട്ടും ഇവർ പറയാണ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ എഴുതിയ മൗലിദ് കിതാബ് അത് ഷിർക്കാണ്, ദീനിലില്ലാത്ത കാര്യമാണ് എന്നൊക്കെ. ഏതായാലും ചരിത്രത്തിലേക്ക് തന്നെ നമുക്ക് കടന്നു വരാം. 1921 വഹാബിസം കടന്നു വന്നതോടുകൂടിയാണ് മുൻകാലങ്ങളിലുണ്ടായിരുന്ന ആ ഒരു ഐക്യവും ഭദ്രതയും മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. അതുവരെ പണ്ഡിതന്മാരുടെ പിന്നിൽ ഒറ്റക്കെട്ടായി മതസൗഹാർദ്ദത്തോടു കൂടി പ്രവർത്തിച്ചിരുന്ന ആ ഒരു അന്തരീക്ഷം മാറി മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. പണ്ഡിതന്മാരോടും സയ്യിദന്മാരോടുമുള്ള ആദരവും ബഹുമാനവും സാധാരണക്കാർക്ക് നഷ്ടപ്പെട്ടു. മഹാന്മാരായ പണ്ഡിതന്മാരും സയ്യിദന്മാരും അടക്കമുള്ള മുൻഗാമികൾ മുഴുവൻ ഇവരുടെ കണ്ണിൽ മുശ്രിക്കുകളായി മാറി. 1300 വർഷം മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച പള്ളികളിലൂടെ ആചരിച്ച് അനുഷ്ഠിച്ചു പോകുന്ന പല കാര്യങ്ങളും ഷിർക്കോ ബിദ്അത്തോ ആയി മാറി. ഇസ്ലാമിക മസ്അലകൾ അങ്ങാടികളിൽ ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങി. ഏത് സാധാരണക്കാരനും ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ പറയാൻ തുടങ്ങി. മാത്രമല്ല കേരളത്തിലെ കേളികേട്ട മതസൗഹാർദ്ദത്തിന് പോലും കോട്ടം തട്ടി ഇവരുടെ വരവോടുകൂടി. അതിനുശേഷമാണ് മുസ്ലിങ്ങളെ പല വിഭാഗങ്ങളും ശത്രുതാ മനോഭാവത്തോടെ കണ്ടു തുടങ്ങിയത്. ഞങ്ങൾ ചരിത്രം പഠിക്കണം. ഏത് കാലം മുതലാണ് മറ്റു മതസ്ഥർക്കോ അമുസ്ലിങ്ങൾക്കോ ഒക്കെ മുസ്ലിങ്ങളായ ആളുകളോട് വെറുപ്പ് തുടങ്ങിയത്, മുസ്ലിങ്ങളെ ഒരു ശത്രുതാ മനോഭാവത്തോടെ കാണാൻ തുടങ്ങിയതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടും. അത് വഹാബിസം കടന്നു വന്നതോടുകൂടിയാണ്. ഏതായാലും ആ വഹാബിസം കടന്നു വന്ന സാഹചര്യത്തിലേക്ക് കൂടി നമുക്കൊന്ന് എത്തി നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും വലിയ വെല്ലുവിളി ഉണ്ടായ ഒരു പ്രദേശമാണല്ലോ മലബാർ. പണ്ഡിതന്മാരുടെ ഉപദേശ നിർദ്ദേശങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് ബദർ പടപ്പാട്ടിൻ്റെയും കിസ്സപ്പാട്ടിൻ്റെയും മാല മൗലൂദുകളുടെയും ഒക്കെ അകമ്പടിയോടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും വളരെ ഐക്യത്തോടെ ഒറ്റക്കെട്ടായി പോരാടിയപ്പോഴാണ് ബ്രിട്ടീഷുകാർക്ക് അത്തരത്തിലുള്ള ഒരു വെല്ലുവിളി ഇവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഇവിടുത്തെ പോരാട്ട വീര്യം കാരണം ബ്രിട്ടീഷുകാർ കുറച്ചൊന്നുമല്ല പ്രയാസപ്പെട്ടത്. ഇന്ത്യയിലെ മറ്റെവിടെയും ഇല്ലാത്ത വലിയ വലിയ തിരിച്ചടികളാണ് ഈ മലബാർ പ്രദേശത്ത് നിന്ന് ബ്രിട്ടീഷുകാർക്കുണ്ടായത്. മലബാറിലെ ഈ പോരാട്ട വീര്യത്തിൻ്റെ രഹസ്യം എന്താണെന്ന് ബ്രിട്ടീഷുകാർ അന്വേഷിച്ചപ്പോൾ മാപ്പിളമാർ മുസ്ലിം പണ്ഡിതന്മാർക്ക് പിന്നിൽ ആത്മീയതയുടെയും ഐക്യത്തോടെയും നിലയുറപ്പിച്ചതിൻ്റെ ഭാഗമാണ് എന്നാണ് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായത്. അപ്പോൾ ഇവരുടെ ഐക്യം തകർത്താലാണ്, ഇവരുടെ ആത്മീയതയിൽ വെള്ളം ചേർത്താലാണ് ഇനി തങ്ങൾക്ക് രക്ഷയുള്ളൂ എന്ന് ബ്രിട്ടീഷുകാർ തിരിച്ചറിഞ്ഞു. അതിനു വേണ്ടിയിട്ട് അവർ മുൻകാലങ്ങളിലെടുത്ത അതേ തന്ത്രം തന്നെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. അറേബ്യയിൽ കേണൽ ലോറൻസിൻ്റെ നേതൃത്വത്തിൽ തുർക്കി ഖിലാഫത്തിനെ അട്ടിമറിക്കാൻ അവിടെ ഒരു ആഭ്യന്തര കലാപമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇബ്നു സൗദിനെ സമീപിച്ചുകൊണ്ട് കേണൽ ലോറൻസ് എടുത്ത തന്ത്രം, ആ തന്ത്രമാണല്ലോ തുർക്കി ഖിലാഫത്ത് തന്നെ അട്ടിമറിക്കപ്പെടാൻ കാരണമായത്. അറേബ്യൻ സാമ്രാജ്യം ഛിന്ന ഭിന്നമായി പോകാൻ കാരണമായത് ആ ഒരു തന്ത്രമാണല്ലോ. അതേ തന്ത്രം തന്നെ ഇവിടെയും എടുക്കാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. അതിനുവേണ്ടി ചില ബ്രിട്ടീഷ് മേധാവികൾ ഇവിടുത്തെ പണ്ഡിതന്മാരെ സ്വാധീനിക്കാൻ വേണ്ടി ശ്രമം ആരംഭിച്ചു. അറേബ്യയിലെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ പിൻഗാമി ആയിരുന്നല്ലോ ഇബ്നു സൗദ്. അതേ ആശയം തന്നെ ഇവിടേക്ക് കൊണ്ടുവന്നാൽ ഇവിടുത്തെ മാപ്പിളമാരുടെ ആത്മീയതയിൽ വെള്ളം ചേർത്താൻ കഴിയുമെന്ന് അവർ വിശ്വസിച്ചു. അതിനു വേണ്ടിയിട്ട് ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ പിൻഗാമികളായ റഷീദ് റിള,
മുഹമ്മദ് അബ്ദു, ജമാലുദ്ദീൻ അഫ്ഗാനി ഇവരുടെയൊക്കെ ഗ്രന്ഥങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ പണ്ഡിതന്മാർക്കിടയിൽ വിതരണം ചെയ്യാൻ അവർ ശ്രമം നടത്തി. ഒടുവിൽ അവരുടെ ശ്രമം ഫലം കണ്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. തിരുവരങ്ങാടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന ഒരു വലിയ പണ്ഡിതൻ അക്കാലത്ത് ഇവിടെ ജീവിച്ചിരുന്നു. 1919 അദ്ദേഹം വഫാത്തായത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് കേരളത്തിൽ ആദ്യമായി ഒരു ഐക്യസംഘം എന്ന ഒരു പുതിയ സംഘത്തിന് രൂപം കൊടുത്തത്. 1921 ഖിലാഫത്ത് സമരത്തിന് ശേഷം ഖിലാഫത്ത് സമരത്തിന് നേതൃത്വം കൊടുത്ത ആളുകളെയൊക്കെ ബ്രിട്ടീഷുകാർ തെരഞ്ഞുപിടിച്ച് അറസ്റ്റ് ചെയ്യുന്ന കാലത്ത് ആലി മുസ്ലിയാരെ അടക്കം പല നേതാക്കന്മാരെയും ബ്രിട്ടീഷ് പട്ടാളം അറസ്റ്റ് ചെയ്തു. അങ്ങനെ അന്നത്തെ ഖിലാഫത്ത് സമരത്തിന് നേതൃത്വം കൊടുത്ത ആലി മുസ്ലിയാരുടെ ശിഷ്യനായ കാത്തിബ് മുഹമ്മദ് കുട്ടി മൗലവി ഒളിവിൽ പോയി. അദ്ദേഹം മലബാറിലെ തന്നെ പല പ്രദേശങ്ങളിലും ഒളിച്ചു താമസിച്ചു. അതിനുശേഷം അളിയൻ MCC മൗലവിയുടെ ഒരു കത്ത് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ കാത്തിബ് മുഹമ്മദ് കുട്ടി മൗലവി വേഷപ്രച്ഛന്നനായിട്ട് കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് ഒളിച്ചോടി. ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ശിഷ്യൻ മാത്രമല്ല, എഴുത്തുകാരനും മരുമകനും കൂടിയായിരുന്നു കാത്തിബ് മുഹമ്മദ് കുട്ടി മൗലവി. അങ്ങനെയാണ് കാത്തിബ് എന്നുള്ള പേര് അയാൾക്ക് വന്നത്. ഈ കത്തെഴുതിയ MCC മൗലവി ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ മകനായിരുന്നു. അതായത് ഈ മുഹമ്മദ് കുട്ടി മൗലവിയുടെ അളിയനായിരുന്നു. കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് വന്നാൽ ബ്രിട്ടീഷ് പട്ടാളത്തെ പേടിക്കാതെ ജീവിക്കാമെന്നാണ് കത്തിലുണ്ടായിരുന്ന സന്ദേശം. MCC മൗലവി കൊടുങ്ങല്ലൂർ എറിയാട്ട് പ്രദേശത്തൊരു മദ്രസ അധ്യാപകനായി ജോലി ചെയ്യുകയായിരുന്നു. മദ്രസ അധ്യാപകൻ എന്ന് പറയുമ്പോൾ ഇന്നത്തെ മദ്രസയല്ല, അന്നത്തെ മദ്രസ. ഇന്ന് കാണുന്ന മദ്രസ തുടങ്ങിയത് അതിനൊക്കെ ഒരുപാട് കാലത്തിന് ശേഷമാണ്. അന്നത്തെ മദ്രസ അധ്യാപകനായിട്ടാണ് എറിയാട്ട് പ്രദേശത്ത് MCC മൗലവി ജോലി ചെയ്തിരുന്നത്. MCC മൗലവി മാത്രമല്ല, ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ മറ്റൊരു ശിഷ്യനായ EK മൊയ്തു മൗലവിയും അവിടെ ഉണ്ടായിരുന്നു. EK മൊയ്തു മൗലവി ഒരു പ്രഭാഷണത്തിന് വേണ്ടി കൊടുങ്ങല്ലൂരിലെത്തിയതാണ്. അതേപോലെ തന്നെ KM മൗലവിയുടെ ശിഷ്യനായ KM സീതി സാഹിബും അവിടെ കൊടുങ്ങല്ലൂരുണ്ടായിരുന്നു. അങ്ങനെ കൊടുങ്ങല്ലൂരിലെത്തിയ KM മൗലവിയെ KM സീതി സാഹിബും EK മൊയ്തു മൗലവിയും MCC മൗലവിയും ഒക്കെ ചേർന്നുകൊണ്ട് സ്വീകരിച്ചു. ശിഷ്യനായ സീതി സാഹിബിൻ്റെ വീട്ടിലായിരുന്നു ആദ്യം KM മൗലവി താമസിച്ചിരുന്നത്. അവിടെ വെച്ചാണ് ഇവർ 4 പേരും പിന്നെ മണപ്പാട്ട് കുഞ്ഞഹമ്മദ് ഹാജിയും ചേർന്ന് 1922 ഒരു നിഷ്പക്ഷ സംഘത്തിന് രൂപം കൊടുത്തത്. കൊടുങ്ങല്ലൂരിൽ അന്ന് ചില കുടുംബ വഴക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ കുടുംബ വഴക്കുകൾ പരിഹരിക്കാനെന്ന രീതിയിലാണ് ആദ്യം ഇവർ നിഷ്പക്ഷ സംഘമുണ്ടാക്കിയത്. ഈ സംഘത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചതോടെ ആ പ്രദേശത്തും പരിസര പ്രദേശത്തുള്ള ഒരുപാട് ആളുകൾ ആ സംഘത്തിൽ ചേർന്ന് പ്രവർത്തിച്ചു. കൊടുങ്ങല്ലൂരിന് പുറത്തുള്ള പല പ്രമുഖരും ആ സംഘത്തിലേക്ക് എത്തുകയുണ്ടായി. അങ്ങനെ കൂടുതൽ വിപുലപ്പെടുത്താൻ വേണ്ടിയിട്ട് കേരള മുസ്ലിം ഐക്യ സംഘമെന്ന് പേര് മാറ്റുകയാണ് ഉണ്ടായത്. പക്ഷേ അവർക്ക് അവിടെയുള്ള കുടുംബ വഴക്ക് പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്ന് അവർ തന്നെ അവരുടെ ലേഖനങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട്. ഞാനീ പറഞ്ഞ ചരിത്രങ്ങളൊക്കെ കൊണ്ടോട്ടിക്കാരനായ KK അബ്ദുൽ കരീം എഴുതിയ കാര്യങ്ങളാണ്. അങ്ങനെയാണ് മാധ്യമപ്രവർത്തകനായ വക്കം അബ്ദുൽ ഖാദർ മൗലവി ഈ ഐക്യസംഘത്തിലേക്ക് എത്തുന്നത്. സ്വദേശാഭിമാനി, ദീപിക, മുസ്ലിം എന്ന പത്രങ്ങളിലൂടെ ബ്രിട്ടീഷ് വിരുദ്ധ ലേഖനങ്ങൾ എഴുതി മധ്യ കേരളത്തിൽ അല്പം പ്രസിദ്ധി നേടിയ ആളായിരുന്നു ഈ വക്കം അബ്ദുൽ ഖാദർ മൗലവി. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ അതേ ആശയമുള്ള റഷീദ് റിളയുടെ അൽമനാർ അടക്കമുള്ള ചില ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്നു. ഇബ്നു തൈമിയ, ഇബ്നുൽ ഖയ്യിം, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, അതേപോലെ തന്നെ റഷീദ് റിള, ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദു ഇവരുടെയൊക്കെ ഗ്രന്ഥങ്ങളുമായിട്ട് ഈ വക്കം അബ്ദുൽ ഖാദർ മൗലവി നിരന്തരമായിട്ട് സമ്പർക്കം പുലർത്തിയിരുന്നു. ഒരുപക്ഷെ നേരത്തെ ബ്രിട്ടീഷ് തന്ത്രങ്ങളുടെ ഭാഗമായിട്ട് ഇവിടെ നിരവധി ഗ്രന്ഥങ്ങൾ അവർ വിതരണം ചെയ്യാൻ ശ്രമിച്ചിരുന്നല്ലോ. അങ്ങനെ ലഭിച്ചതായിരിക്കാം ഒരുപക്ഷെ വക്കം അബ്ദുൽ ഖാദർ മൗലവിക്ക് ഈ വഹാബി നേതാക്കളുടെ ഗ്രന്ഥങ്ങൾ. ഈ ഗ്രന്ഥങ്ങളിലെ ആശയത്തിന് ആകർഷണനായിക്കൊണ്ട് അദ്ദേഹം പുതിയ ഒരു ആശയത്തിന് രൂപം കൊടുക്കുകയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഈ ഐക്യസംഘത്തിലേക്ക് എത്തിച്ചേർന്നത്. തൻ്റെ പുതിയ ആശയം തൻ്റെ പ്രസിദ്ധീകരണങ്ങളിലൂടെ അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് പരസ്യമായി പ്രചരിപ്പിക്കാൻ ആരംഭിച്ചു. EK മൗലവി, MCC മൗലവി, അതേപോലെ തന്നെ മണപ്പാട്ട് ഹാജി, സീതി സാഹിബ് ഒക്കെ അതിന് നല്ല പിന്തുണയും നൽകി. കാരണം അവരിലേക്കൊക്കെ തൻ്റെ പുതിയ ആശയം വക്കം മൗലവി കുത്തിവെച്ചിരുന്നു. ഉസ്താദായ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയിൽ നിന്നും ദീർഘകാലം പഠിച്ച ആശയങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അതെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെയും ഇബ്നു തൈമിയയുടെയും ഒക്കെ പുതിയ ആശയം സ്വീകരിച്ചുകൊണ്ട് അവർ പ്രവർത്തനം ആരംഭിക്കാൻ തുടങ്ങി. അതുവരെ അവർ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും അന്നു മുതൽ അവർക്ക് അനിസ്ലാമികമായി തുടങ്ങി. അതുവരെ അവർ
ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത പല പണ്ഡിതന്മാരും ശിർക്ക് ചെയ്തവരായി മുശ്രിക്കുകളായി മാറാൻ തുടങ്ങി. അങ്ങനെ കേരളത്തിലെ ഭൂരിഭാഗം മുസ്ലിങ്ങൾ ആചരിക്കുന്നതും അനുഷ്ഠിക്കുന്നതുമായ ഒരുപാട് കാര്യങ്ങൾ അത് അനിസ്ലാമികമാണെന്നും ഷിർക്കാണ്, ബിദഅത്താണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. ഇനി ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം.